ഏറ്റുമാനൂർ ശ്രീ മാരിയമ്മൻ കോവിലിൽ നടന്ന ശ്രീ മാരിയമ്മയ്ക്ക് മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രമായി. വാർപ്പുകളിൽ തിളച്ചുമറിയുന്ന മഞ്ഞൾപ്പാൽ ക്ഷേത്രകോമരങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് കവുങ്ങിൻ പൂക്കുല കൊണ്ട് അഭിഷേകം ചെയ്ത് ഉറഞ്ഞുതുള്ളി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന അത്യപൂർവവും ഭക്തി നിർഭരവുമായ മഞ്ഞൾ നീരാട്ടിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് ശ്രീ മാരിയമ്മയ്ക്ക് മഞ്ഞൾ നീരാട്ട് നടന്നത്. പ്രധാന ചടങ്ങായ മുഴുവാർപ്പ് മഞ്ഞൾ നീരാട്ടിന്റെ ചടങ്ങുകൾക്ക് ശേഷം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ഭക്തർ മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രത്യേകം സജ്ജീകരിച്ച 5 വലിയ വാർപ്പുകളിലെ മഞ്ഞൾപ്പാൽ തിളപ്പിച്ച് ക്ഷേത്രകോമരങ്ങൾ ഉറഞ്ഞുതുള്ളി തിളച്ച മഞ്ഞൾപ്പാൽ കവുങ്ങിൻ പൂക്കുലകൾ കൊണ്ടും സ്വന്തം കൈകൾ കൊണ്ടും ശരീരത്തിൽ അഭിഷേകം നടത്തി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പ്രസിദ്ധമായ ചടങ്ങാണ് മഞ്ഞൾ നീരാട്ട്. ഭക്തജനങ്ങളുടെ വഴിപാടായി മഹാപ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് പ്രസിഡന്റ് പി പ്രമോദ് കുമാർ, സെക്രട്ടറി പി വിനയകുമാർ, PK രമേശ്, രാജാമണി കുമാരസ്വാമി, ജഗദമ്പാൾ, ലളിതാമ്പാൾ, വിഷ്ണു വിജയകുമാർ, സുധീപ് MP, ശരൺ കുമാർ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മുണ്ടകോടി ഇല്ലത്ത് ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരി, മുട്ടത്തുമന ഇല്ലത്ത് ബ്രഹ്മശ്രീ MK ശ്രീകുമാർ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നവംബർ 17 മുതൽ ഏറ്റുമാനൂർ ശ്രീ മാരിയമ്മൻ കോവിലിൽ നടന്നുവന്ന 41 ദിന മഹോത്സവത്തിന് മഞ്ഞൾ നീരാട്ടോടെ സമാപനമായി. മേഘദൂത് ന്യൂസ്, ഏറ്റുമാനൂർ.